ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു വാട്ടർ ക്യാൻഡിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ വാട്ടർ ക്യാൻഡിൽ നമ്മൾ എടുക്കുന്ന എണ്ണ എന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ബാക്കി വരുന്ന എണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നത് ഒരു ഗ്ലാസിൻ്റെ ബൗള് അല്ലെങ്കിൽ ഒരു കുപ്പി ഗ്ലാസ്സാണ്. അതിലേക്ക് ഞാൻ ഒരു 3/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. സാധാരണ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അത് ആ കളറൊന്നും ചേഞ്ച് ആവാൻ മാത്രമാണ്. കാരണം വെള്ളം തന്നെ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിൻ്റെ കളറൊന്ന് മാറ്റിയത്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ നമ്മുടെ എണ്ണ ഒഴിക്കാൻ പോകുന്നത്. ഈ എണ്ണ ഒന്നുകിൽ നിങ്ങൾക്ക് സാധാരണ കുക്കിംഗ് ഓയിൽ, സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടല്ലോ, വേണമെങ്കിൽ അതെടുക്കാം. പക്ഷേ ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ പപ്പടം കാച്ചി ബാക്കി വന്ന എണ്ണ, അതുപോലെ സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന എണ്ണ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൈ ചെയ്തിട്ട് ഇപ്പം മീനോ അല്ലെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ബാക്കി വന്ന എണ്ണ, അതൊക്കെ നമ്മൾ സാധാരണ കളയാറാണ് പതിവ്. അപ്പം അത് കളയാതെ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എണ്ണയാണ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നത്. നമ്മൾ ആ എണ്ണ ഒരിക്കലും വീണ്ടും കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യില്ലല്ലോ, അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല, അത് ക്യാൻസർ വരും. അപ്പോൾ ആ എണ്ണ നമുക്ക് ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊരു ലെയറായിട്ട് അവിടെ നിൽക്കും. അത് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. വെള്ളത്തിൻ്റെ മുകളിൽ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ആ എണ്ണ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിട്ട് മേലെ നിൽക്കും. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഒരു ലെയർ പോലെ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് നമ്മൾ ഈ ഗ്ലാസിൻ്റെ മേലെയുള്ള ആ വട്ടത്തിൻ്റെ അതേ റൗണ്ടാണ് നമുക്ക് വേണ്ടുന്നത്. അതേ റൗണ്ട് ഷേപ്പിലുള്ള അല്ലെങ്കിൽ അതേ സൈസിലുള്ള വട്ടമാണ് നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഇനി ആ സർക്കിളിൻ്റെ നടുക്ക് നമുക്ക് ഒരു കുഞ്ഞു ഹോൾ ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് തിരി അതിലൂടെ ഇടാൻ പറ്റുള്ളൂ. ആ ഹോൾ ഉണ്ടാക്കാൻ സർക്കിളിനെ ഇങ്ങനെ പകുതിക്ക് മടക്കുക, വീണ്ടും മടക്കിയിട്ട് ആ എഡ്ജ് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുമല്ലോ, അതിൻ്റെ ആ ടോപ്പിലത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിലൂടെ തിരി ഇൻസേർട്ട് ചെയ്തിട്ട് വളരെ ശ്രദ്ധിച്ചിട്ട് അതിനെ വെള്ളത്തിലേക്ക് ഓയിലിലേക്ക് ഡിപ്പ് ചെയ്യണം. അപ്പം നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം ആ തിരിയിലൂടെ എണ്ണ തിരിയിലേക്ക് പടർന്ന് കയറുന്നുണ്ട്. തിരി ആ എണ്ണ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ക്യാൻഡിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് കൊളുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ തിരിയിലേക്ക് മൊത്തം എണ്ണ കയറുന്നതിന് മുന്നേ ഒന്ന് കത്തിച്ച് കൊടുത്തു. അപ്പോൾ അത് കെട്ടുപോയി. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ആ തിരിയിലേക്ക് എണ്ണ മൊത്തം അബ്സോർബ് ആവാൻ വെയിറ്റ് ചെയ്തു. എന്നിട്ട് വീണ്ടും കത്തിച്ചു. അപ്പോൾ ഈ തിരിയിലേക്ക് എണ്ണ അബ്സോർബ് ആയി കഴിഞ്ഞാൽ ഞാനിത് കൊളുത്തി കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള വാട്ടർ ക്യാൻഡിൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ഹസ്ബൻഡിനൊരു സർപ്രൈസ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ നമുക്ക് തന്നെ വീട്ടിൽ സെറ്റ് ചെയ്യാം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. അതായത് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കുമ്പം കുറച്ച് കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് തന്നെ എടുക്കണം. കാരണം ഞാൻ ആദ്യം ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എണ്ണയിലേക്ക് അങ്ങ് മുങ്ങിപ്പോയി. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ തിരി ഇടാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഹോള് കഷ്ടി ആ തിരി കയറാൻ പാകത്തിന് മാത്രമുള്ളതായിരിക്കണം. അല്ലെങ്കിൽ ആ ഹോള് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരി അങ്ങ് എണ്ണയിലേക്ക് വീണു പോവും. അപ്പം അതൊന്ന് അവിടെ ഭദ്രമായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഹോൾ ഉണ്ടാക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എണ്ണ തിരിയിലേക്ക് അബ്സോർബ് ആയതിന് ശേഷം വേണം നമ്മൾ ഇതൊന്ന് കൊളുത്തി കൊടുക്കാൻ, അല്ലെങ്കിൽ തിരി കെട്ടുപോവും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണാം.